നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം ഓണവിശേഷം. സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും പൂവിളികളുമായി മലയാളികൾക്ക് വീണ്ടും ഒരു ഓണക്കാലം കൂടി. അത്തം പിറന്നതോടെ മലയാളി ഓണാവേശത്തിലേക്ക് കടന്നു. ഇനി തൊടികളിൽ പൂപറിച്ചും പൂക്കളം തീർത്തും പുതിയ പുടവകൾ അണിഞ്ഞും രുചിയറിഞ്ഞുമുള്ള ഓണനാളുകളായിരിക്കും. അത്തമ്പത്തിന് പൊന്നോണം എന്നാണ് ചൊല്ലെങ്കിലും ഇക്കുറി 11ാം നാളാണ് പൊന്നോണം. തിരുവോണം വരെയുള്ള ദിവസങ്ങളിൽ വീടുകളിൽ പൂക്കളങ്ങൾ വിരിയുന്ന ഓണക്കാലത്തിന്റെ തിരക്കുകളിലേക്ക് നാട് ഉണർന്നു കഴിഞ്ഞു. വസ്ത്ര പൂവിപണികൾ ഇതോടകം തന്നെ സജീവമായി കഴിഞ്ഞു. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം വിപണിയിലേക്ക് പൂക്കൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. സംസ്ഥാനത്ത് തിരുവോണാഘോഷത്തിന്റെ തുടക്കം കുറിച്ച് ഇന്ന് തൃപ്പൂണിത്തുറയിൽ അത്തച്ചമയ ഘോഷയാത്ര നടത്തി. തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ മുഖ്യമന്ത്രി VD സതീശൻ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു. നടൻ ജഗദീഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 2000ഓളം കലാകാരന്മാരാണ് ഘോഷയാത്രയിൽ അണിനിരന്നത്. തനത് കലകളായ പുലിക്കളി, ചെണ്ടമേളം, തെയ്യം തുടങ്ങി വിവിധ കലാരൂപങ്ങൾ ഘോഷയാത്രയിൽ അണിനിരന്നു. തമിഴ്നാട്ടിലെ പൂപ്പാടങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കാഴ്ചയാണ് ഗുരുവായൂർ ചൊവ്വലൂർ പടി പെരിങ്ങരപ്പാടത്ത് ഇപ്പോൾ കാണാനാവുന്നത്. അഭിലാഷ് വിമിത ദമ്പതികളുടെ കഠിനാധ്വാനമാണ് ചുവപ്പും മഞ്ഞയും നിറങ്ങളിൽ പൂത്തുലഞ്ഞത്. 4 സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിലായാണ് ഇത്തവണ കൃഷി വ്യാപിപ്പിച്ചിരിക്കുന്നത്. ആകെ 2500 തൈകളാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ 1250 തൈകൾ കൃഷിഭവനിൽ നിന്നും ബാക്കിയുള്ളവ സ്വകാര്യ നഴ്സറികളിൽ നിന്നുമാണ് വാങ്ങിയത്. ചാണകം, കപ്പലണ്ടി പിണ്ണാക്ക്, ശർക്കര തുടങ്ങിയ ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് കൃഷി. പ്രകൃതിയോട് ചേർന്നുള്ള കൃഷിരീതിയുടെ ഫലമായി പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന പാടം ഇപ്പോൾ നാട്ടുകാർക്കും കൗതുക കാഴ്ചയാണ്. കൃഷിക്കായി സ്വന്തം സ്ഥലമടക്കം വിട്ടു നൽകിയും ആവശ്യമായ പ്രോത്സാഹനം നൽകിയും വാർഡ് കൗൺസിലർ ജലീൽ പണിക്ക വീട്ടിൽ ഒപ്പമുണ്ടായിരുന്നുവെന്ന് അഭിലാഷും നിമിതയും പറയുന്നു. കഴിഞ്ഞ 3 വർഷമായി ഇരുവരും പൂക്കൃഷി നടത്തിവരുന്നുണ്ടെങ്കിലും ഇത്തവണയാണ് ആദ്യമായി കൃഷി വിപുലപ്പെടുന്നത്. 4 ഇടങ്ങളിലായി ആയിരക്കണക്കിന് തൈകൾ വളർത്തിയെടുത്തതോടെ ചെറിയൊരു സംരംഭം മനോഹരമായൊരു പൂപ്പാടമായി മാറിയിരിക്കുകയാണ്. പൂക്കളുടെ നിറവും പാടത്തിന്റെ വിസ്തൃതിയും ഒരുമിച്ചെത്തുമ്പോൾ ഗുരുവായൂരിലെ പെരിങ്ങരപ്പാടത്ത് ഇപ്പോൾ വിരിഞ്ഞു നിൽക്കുന്നത് ഒരു മിനി തമിഴ്നാട് പൂപ്പാടം തന്നെയാണെന്ന് പറയാം. അധ്വാനത്തിന്റെയും ജൈവ കൃഷിയോടുള്ള താല്പര്യത്തിന്റെയും മനോഹരമായ കാഴ്ചയാണ് അഭിലാഷിന്റെയും വിമിതയുടെയും പൂക്കൃഷി. തന്നെയാണ് പൂർണ്ണമായിട്ടും ചെയ്തിട്ടുള്ളത്. ഇതിനെന്നെ സംശയങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് യൂട്യൂബിലുള്ള ദിനേൽ സൗപനിക സാറിന്റെ ഗ്രൂപ്പില്, വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ആയിട്ട് അവരാണ് എനിക്ക് ഇതിനെ കുറിച്ചുള്ള ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ഈ കൃഷി ചെയ്യാൻ സ്ഥലം എനിക്ക് നമ്മുടെ വാർഡ് കൗൺസിലറായ ജലീലിക്ക് തന്നെയാണ് നമുക്ക് സ്ഥലം തന്നിട്ട് കൃഷി ചെയ്തോളാൻ പ്രോത്സാഹനം എനിക്ക് തന്നിട്ടുള്ളത് അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ വളരെയധികം നന്ദി പറയുന്നു. ഭിന്നശേഷി കുട്ടികളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന പരിവാർ നാഷണൽ പേരന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വേലൂരിൽ പരിവാർ കുടുംബസംഗമവും ഓണാഘോഷവും സംഘടിപ്പിച്ചു. മണിമലർക്കാവ് ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടത്തിയ ആഘോഷം വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പരിവാർ സ്റ്റേറ്റ് ഡയറക്ടർ PD ഫ്രാൻസിസ് അധ്യക്ഷനായി. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഷൈനി ജിബിൻ, മെമ്പർ ശ്രീമതി ജനാർദ്ദനൻ, പരിവാർ ജില്ലാ പ്രസിഡന്റ് A സന്തോഷ്, AJ ജോസ്, ഉഷ, സജീവ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ നീതി വത്സൻ മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. ഗായകൻ അജിത് കൈലാസിന്റെ സംഗീത പരിപാടിയും തുടർന്ന് കുട്ടികളുടെയും അമ്മമാരുടെയും കലാപരിപാടികളും അരങ്ങേറി. മറ്റു വാർത്തകളിലേക്ക്. ഗുരുവായൂർ കോട്ടപ്പടി പരദേവതാ ക്ഷേത്രകുളത്തിൽ കുളിക്കുന്നതിനിടെ നഷ്ടപ്പെട്ട 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ സ്വർണമാല അഗ്നിരക്ഷാസേന സ്കൂബ സംഘം മുങ്ങിയെടുത്തു നൽകി. ഗുരുവായൂർ ദേവസ്വം വാദ്യവിദ്യാലയത്തിലെ നാദസ്വര വിദ്യാർത്ഥി അമൽ മാധവിന്റെ 1 പവൻ തൂക്കം വരുന്ന സ്വർണമാലയാണ് കുളത്തിൽ വീണത്. ഏകദേശം 22 അടി താഴ്ചയുള്ള കുളത്തിൽ നിന്ന് മാല കണ്ടെത്തുന്നതിനായി ഗുരുവായൂർ അഗ്നിരക്ഷാസേനയിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ S സുമൻ, സനിൽ എന്നിവരാണ് മുങ്ങി തപ്പിയെടുത്തത്. ഏകദേശം 1 മണിക്കൂറോളം നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മാല കണ്ടെത്തിയത്. തുടർന്ന് ഗുരുവായൂർ സ്റ്റേഷൻ ഓഫീസർ SD സജിത് ലാൽ മാല അമൽ മാധവിന്റെ പിതാവും നാദസ്വര വിദ്വാനുമായ പുഷ്പദാസിന് കൈമാറുകയായിരുന്നു.
കുന്നംകുളം കാക്കാട് മഹാഗണപതി ക്ഷേത്രത്തിൽ കർക്കടക മാസാചരണത്തിന്റെ ഭാഗമായി ഇല്ലം നിറയും തൃപ്പുത്തരിയും നടന്നു. ചെമ്മന്തട്ട പാടശേഖരത്തിൽ നിന്ന് പ്രത്യേകം തയ്യാറാക്കിയ 250ഓളം കതിർക്കറ്റകളാണ് ചടങ്ങിനായി ഉപയോഗിച്ചത്. രാവിലെ 5:30 കതിർക്കറ്റകൾ ക്ഷേത്രത്തിനകത്ത് നമസ്കാര മണ്ഡപത്തിൽ എത്തിച്ചു. തുടർന്ന് ക്ഷേത്രം മേൽശാന്തി മുല്ലനേഴി ദിലീപൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പൂജിച്ചതിനുശേഷം രാവിലെ 8:30 മുതൽ കതിർക്കറ്റകൾ ഭക്തജനങ്ങൾക്ക് സൗജന്യമായി വിതരണം ചെയ്തു. രാവിലെ 5:30 ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ 1008 നാളികേരം കൊണ്ടുള്ള പ്രത്യക്ഷ മഹാഗണപതി ഹോമവും നടന്നു. ഇതിനുശേഷം ഗജപൂജയും ആനയൂട്ട് ചടങ്ങുകളുമുണ്ടായി. വിശേഷാൽ നിവേദ്യമായ 500 ലിറ്റർ തൃപ്പുത്തരി പായസമാണ് ക്ഷേത്രത്തിൽ നിവേദിച്ചത്. ചടങ്ങുകളുടെ ഭാഗമായി എല്ലാ ഭക്തജനങ്ങൾക്കും പ്രഭാത ഭക്ഷണവും തിരക്ക് നിയന്ത്രിക്കുന്നതിനാവശ്യമായ സൗകര്യങ്ങളും ക്ഷേത്ര ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിരുന്നു. ഇടവേള. 2 പതിറ്റാണ്ട് മുൻപുള്ള സുവർണ ചരിത്രം. കുന്നംകുളത്തിന് നൽകിയ സുവർണ പാരമ്പര്യം. ചരിത്രവും പാരമ്പര്യവും സ്വർണലിപിയിൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം സമർപ്പിക്കുന്നു. സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും നിമിഷങ്ങൾ പരിശുദ്ധിയിൽ തീർത്ത് പൊന്നിൽ നിന്നാകട്ടെ. മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വാർത്തയിലേക്ക്. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ മികച്ച വിദ്യാർത്ഥി കർഷകയായി മറ്റം സെന്റ് ഫ്രാൻസിസ് ഗേൾസ് ഹൈസ്കൂൾ വിദ്യാർത്ഥി ഏഞ്ചലീന മരിയസിൻഡോ. ചിങ്ങം 1 കർഷക ദിനത്തിൽ കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് വ്യത്യസ്ത മേഖലയിലെ കർഷകരെ ആദരിക്കുന്ന ചടങ്ങിലാണ് 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഏഞ്ചലീനയെയും ആദരിക്കുന്നത്. CCTV മുൻ മാനേജർ സിൻഡോ ജോസ് ചൂണ്ടലിന്റെയും ചാവക്കാട് BRC ജീവനക്കാരി ജോത്സന ടീച്ചറുടെയും മകളാണ് ഏഞ്ചലീന. കിഴക്കാളൂരിലെ വീട്ടുപറമ്പിലും പരിസരത്തുമായാണ് ഏഞ്ചലീനയുടെ കൃഷി. മഞ്ഞൾ, ഇഞ്ചി, പയർ, വഴുതന, പച്ചമുളക് എന്നിവയാണ് ഇപ്പോൾ പ്രധാനമായും കൃഷി ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയെ തുടർന്ന് വീടിന്റെ പരിസരത്ത് വെള്ളക്കെട്ടുണ്ടായതിനെ തുടർന്ന് പച്ചക്കറി തൈകളിൽ പലതും നശിച്ചുപോയ സാഹചര്യമുണ്ടായതായി ഏഞ്ചലീന പറഞ്ഞു. അമ്മയും അപ്പനും അമ്മാമ്മയൊക്കെ നല്ല സപ്പോർട്ടാണ്. ഇങ്ങനെ കൃഷി ചെയ്യാനൊക്കെ നല്ല സപ്പോർട്ടാണ്. മുന്നത്തെ പ്രാവശ്യമൊക്കെ നല്ല രീതിയിൽ കൃഷി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം വെള്ളമൊക്കെ കയറിയപ്പോൾ അതൊക്കെ പോയി. എന്നാലും ഞങ്ങൾ അത്യാവശ്യം പറ്റുന്ന രീതിയിൽ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ. ഇപ്പോൾ കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ വിദ്യാർത്ഥി കർഷകയായിട്ട് എന്നെ തിരഞ്ഞെടുത്തതിൽ ഞാൻ നല്ല ഹാപ്പിയാണ്. എനിക്ക് നല്ല അഭിമാനമുണ്ട്. ചെറിയ ക്ലാസുകളിൽ പഠനം നടത്തുമ്പോൾ മുതൽ തന്നെ കൃഷിയോട് പ്രത്യേകമായ ഒരു അഭിരുചി പുലർത്തി വന്നിരുന്ന ഏഞ്ചലീനയ്ക്ക് അമ്മൂമ്മയും അപ്പനുമമ്മയും മികച്ച പ്രോത്സാഹനമാണ് നൽകി വരുന്നത്. പഞ്ചായത്തിലെ മികച്ച വിദ്യാർത്ഥി കർഷകയായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഏഞ്ചലീനയും ഒപ്പം മറ്റു കുടുംബാംഗങ്ങളും തികഞ്ഞ സന്തോഷത്തിലാണ്. മികച്ച വിദ്യാർത്ഥി കർഷകയായി തിരഞ്ഞെടുക്കപ്പെട്ട വിവരമറിഞ്ഞതിനെ തുടർന്ന് മാലിദ്വീപിൽ ജോലി ചെയ്യുന്ന പിതാവ് സിൻഡോ വീഡിയോ കോൾ വഴി ഏഞ്ചലീനയെ അഭിനന്ദിച്ചു. നല്ല അഭിപ്രായമാണ്. വരുന്ന കുട്ടികളെല്ലാം ഇതേപോലെ എന്താ പറയാ, നന്നായി പേരൻസിന്റെ ഒക്കെ ഒപ്പം നിന്നിട്ട് കൃഷി കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും നന്നായി ഇത് ചെയ്യണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. എന്തായാലും വളരെ സന്തോഷമുണ്ട് ഏഞ്ചലീന മരിയസിൻഡോയ്ക്ക് ഇങ്ങനൊരു അവാർഡ് കിട്ടിയതില്. അതിനൊപ്പം ബാക്കിയുള്ള കുട്ടികൾക്കും അതൊരു നല്ലൊരു പ്രചോദനമാവട്ടെ എന്നുള്ളൊരു ആശംസയാണ്. അമ്മൂമ്മയുടെയും അപ്പന്റെയും അമ്മയുടെയും പിന്തുണയും പ്രോത്സാഹനവുമാണ് തന്റെ കൃഷിയുടെ പ്രചോദനമെന്ന് ഏഞ്ചലീന പറഞ്ഞു. പഞ്ചായത്തിലെ മികച്ച കർഷകർക്കൊപ്പം തനിക്കു ലഭിച്ച അംഗീകാരം കൃഷിരംഗത്ത് തനിക്ക് കൂടുതൽ മികവോടെ മുന്നോട്ടു പോകാനുള്ള കരുത്താകുമെന്ന വിശ്വാസത്തിലാണ് ഈ കുട്ടി കർഷക. ഇതിൽ ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷൻ കിട്ടിയത് ഇവരൊക്കെ കാരണം തന്നെയാണ്. വീട്ടിലുള്ള അമ്മയൊക്കെ കാരണം തന്നെയാണ്, അപ്പനൊക്കെ കാരണം തന്നെയാണ്. പിന്നെ ഇത് എനിക്കിനി ഫ്യൂച്ചറിൽ കാർഷിക മേഖലയോടുള്ള ഇൻട്രസ്റ്റും കൂടി വന്നു. കേരള ലേബർ മൂവ്മെന്റ് കാരുണ്യസ്പർശം 2026 സപ്ലിമെന്റ് പ്രകാശനം ചെയ്തു. എളവള്ളി സെന്റ് ആന്റണീസ് ഇടവക ദേവാലയത്തിലെ കേലം യൂണിറ്റിന്റെ 33ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി എളവള്ളി പഞ്ചായത്തിലെ നിർധന കുടുംബങ്ങളിലെ വിധവകൾക്കും കിടപ്പ് രോഗികൾക്കുമായുള്ള ഓണക്കിറ്റ് വിതരണം ഓഗസ്റ്റ് 23 ഞായറാഴ്ച ഉച്ചയ്ക്ക് നടത്തും. എളവള്ളി സെന്റ് ആന്റണീസ് പാരിഷ് ഹാളിൽ വെച്ച് നടക്കുന്ന ചടങ്ങ് എമിരത്തൂസ് ബിഷപ്പ് ബോസ്കോ പുത്തൂർ ഉദ്ഘാടനം നിർവഹിക്കും. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലമൻ ഫ്രാൻസിസ് ഓണക്കിറ്റ് വിതരണോദ്ഘാടനം നിർവഹിക്കും. രൂപത ഫൊറോന ഭാരവാഹികൾ പങ്കെടുക്കും. ചടങ്ങിന്റെ ഭാഗമായി ഇറക്കുന്ന സപ്ലിമെന്റ് പ്രകാശനം പാതുവ സ്ക്വയറിൽ നടന്ന ചടങ്ങിൽ ഇടവക വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ
കൺവീനർ PI ഷാജുവിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് KM ആൻഡോ അധ്യക്ഷനായി. ബ്രദർ റോജൻ ചൊവ്വലൂർ, കൺവീനർ ലോഫി റാഫേൽ, CK ജോയ് എന്നിവർ സംസാരിച്ചു. CO ജോസ്, NA സണ്ണി എന്നിവർ നേതൃത്വം നൽകി. പുന്നയൂർകുളം ചമ്മനൂർ മാഞ്ചിറക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ അഖണ്ഡനാമ യജ്ഞവും അന്നദാനവും നടത്തി. ഇതിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ ഉണ്ടായിരുന്നു. പൂജകൾക്ക് മേൽശാന്തി പുത്തൻചിറ പുഴിക്കാട്ട് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി നേതൃത്വം നൽകി. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി രാവിലെ എല്ലാ ദിവസവും ഔഷധക്കഞ്ഞി വിതരണവും വൈകിട്ട് രാമായണ പാരായണവും ഉണ്ടായിരുന്നു. കർക്കടകം 30 നടത്തിയ അഖണ്ഡനാമ യജ്ഞത്തിന് സേതുസ്വാമി വയലേരി നേതൃത്വം നൽകി. രാവിലെയും വൈകിട്ടും അന്നദാനവും നടത്തി. പരിപാടികൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് ശിവദാസൻ പരത്തിവളപ്പിൽ, സെക്രട്ടറി സുരേഷ് ബാബു പാലക്കൽ, ട്രഷറർ പുഷ്പാകരൻ പാറക്കാട്ട് തുടങ്ങിയവരും ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകി. ചൂണ്ടൽ പയ്യൂർക്കാവ് ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലം നിറ ഭക്തിസാന്ദ്രമായി. ക്ഷേത്രത്തിലെ നിത്യപൂജകൾക്കു ശേഷം രാവിലെ 8:30 ക്ഷേത്ര മേൽശാന്തി രാജൻ തിരുമേനി കാർമ്മികനായി കതിർക്കറ്റകളുടെ പൂജ ആരംഭിച്ചു. തുടർന്ന് പൂജിച്ച കതിർക്കറ്റകളെടുത്ത് ക്ഷേത്ര മേൽശാന്തിയുടെ കാർമ്മികത്വത്തിൽ ക്ഷേത്ര പ്രദക്ഷിണം ചെയ്തതിനു ശേഷം ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് രാമൻ തിരുമേനി, സെക്രട്ടറി സുധാകരൻ പാലിയത്ത്, ട്രഷറർ P ബൈജു, മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ഭക്തജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. CITU കോർഡിനേഷൻ കൺവെൻഷൻ ചാവക്കാട് നഗരസഭ കോൺഫറൻസ് ഹാളിൽ നടന്നു. CITU കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗം RV ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. CITU ഏരിയ പ്രസിഡന്റ് KM അലി, CPM ലോക്കൽ സെക്രട്ടറി PS അശോകൻ എന്നിവർ സംസാരിച്ചു. മുതിർന്ന CITU അംഗം TS ദാസൻ പതാക ഉയർത്തി. പ്രീജ ദേവദാസ് രക്തസാക്ഷി പ്രമേയവും CK തോമസ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. പ്രവർത്തന റിപ്പോർട്ട് കൺവീനർ KC സുനിൽ അവതരിപ്പിച്ചു. വിവിധ ഘടക യൂണിയനുകളെ പ്രതിനിധീകരിച്ച് 20 അംഗ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചു. കൺവീനറായി KC സുനിൽ, ജോയിന്റ് കൺവീനറായി CK തോമസ് എന്നിവരെ തിരഞ്ഞെടുത്തു. KC സുനിൽ സ്വാഗതവും മുരളി നന്ദിയും പറഞ്ഞു. വിദ്യാഭ്യാസ അഴിമതിയിലും തൊഴിൽ നിഷേധത്തിലും പ്രതിഷേധിച്ച് DYFI എടപ്പാൾ ബ്ലോക്ക് കമ്മിറ്റി യങ് ഇന്ത്യ എന്ന പേരിൽ ചങ്ങരംകുളത്ത് പ്രതിഷേധ ക്യാമ്പയിൻ നടത്തി. ഉണരണം ഇന്ത്യ, പൊരുതണം യുവത എന്ന മുദ്രാവാക്യവുമായി നിരവധി പേർ അണിനിരന്ന യുവജന റാലിക്കു ശേഷം നടന്ന പൊതുയോഗം CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം K ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ബിജു കുണ്ടയാർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി സന്ദീപ് വിജയൻ, DYFI ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ അഡ്വക്കേറ്റ് R ഗായത്രി, A സിദ്ദീഖ്, CPM ഏരിയ സെക്രട്ടറി T സത്യൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ P വിജയൻ, M മുസ്തഫ, VV കുഞ്ഞുമുഹമ്മദ്, SFI സെക്രട്ടറി രോഹിത് എന്നിവർ സംസാരിച്ചു. കാർബൺ ന്യൂട്രൽ മണലൂർ പദ്ധതിയുടെ ഭാഗമായി അരിമ്പൂർ ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീ മോഡൽ CDSഉം സംയുക്തമായി നടപ്പിലാക്കുന്ന കുറുന്തോട്ടി കൃഷിക്ക് തുടക്കമായി. പഞ്ചായത്തിലെ 10ാം വാർഡിൽ 1 ഏക്കർ സ്ഥലത്താണ് പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA കൃഷിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഓമന അശോകൻ അധ്യക്ഷയായി. കൃഷിക്കാവശ്യമായ 20,000 കുറുന്തോട്ടി തൈകൾ മറ്റത്തൂർ ലേബർ സൊസൈറ്റിയാണ് സൗജന്യമായി നൽകിയത്. ചടങ്ങിൽ കുടുംബശ്രീ ചെയർപേഴ്സൺ രജിത, CG സജീഷ്, ദീപ വിനീഷ്, CDS വൈസ് ചെയർപേഴ്സൺ PG ഗോപിക, K രാഗേഷ്, CDS അംഗം മഹേശ്വരി എന്നിവർ സംസാരിച്ചു. ഇന്ത്യയുടെ 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച നാട്. വിവിധയിടങ്ങളിൽ പതാക ഉയർത്തലും മധുര വിതരണവും നടന്നു. വിശദാംശങ്ങളിലേക്ക്. കുന്നംകുളം YMCAയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷവും ദേശാഭിമാന ഗാന മത്സരവും YMCA ഹാളിൽ വെച്ച് നടത്തി. പ്രസിഡന്റ് അബ്രഹാം ലിങ്കന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം 24 കേരള ബറ്റാലിയൻ NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന ചടങ്ങിൽ വാർഡ് കൗൺസിലർ ജിഷ ബേബി, തൃശൂർ സബ് റീജിയൻ ചെയർമാൻ ജോബിൻസ് പീറ്റർ എന്നിവർ സംസാരിച്ചു. ദേശഭക്തിഗാന മത്സരത്തിൽ വെള്ളിത്തുരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ, കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ്, ചിറളയം ബദനി കോൺവെന്റ് എന്നീ സ്കൂളുകൾ യഥാക്രമം ആദ്യ 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. വിജയികൾക്ക് YMCA പ്രസിഡന്റ് അബ്രഹാം ലിങ്കൺ, സെക്രട്ടറി ജോഷി തരകൻ എന്നിവർ ചേർന്ന് ട്രോഫികൾ സമ്മാനിച്ചു. റിലീജിയസ് കൺവീനർ CS ജീസൺ പ്രാർത്ഥന നിർവഹിച്ചു. ജോഷി തരകൻ സ്വാഗതവും യുവതാ കൺവീനർ സാംസി തോമസ് നന്ദിയും പറഞ്ഞു. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മാനേജർ ഫാദർ സ്കറിയ OIC പതാക ഉയർത്തി.
പ്രിൻസിപ്പൽ എം രാംദാസ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. അസിസ്റ്റന്റ് സ്കൂൾ ലീഡർ PV അലൻ ആശംസയറിയിച്ചു. സ്കൂൾ ലീഡർ അക്വീന ലിയാഷ കൊള്ളനൂർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ജിനിഷ ജോൺ നന്ദിയും പറഞ്ഞു. സ്കൂളിലെ സ്കൗട്ട്, ഗൈഡ്, റെഡ് ക്രോസ് വിദ്യാർത്ഥികളും മറ്റ് അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു. അധ്യാപകരായ അലൻ ജോൺ, നീതു ബിനീഷ്, റിൻസി ഫ്രാൻസിസ് എന്നിവർ നേതൃത്വം നൽകി. പയ്യൂർക്കാവ് ഭാരത ആർമി ഫാൻ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. പയ്യൂർക്കാവ് ഗ്രാമത്തിലെ മുത്തശ്ശി മണ്ണാടത്തിൽ ജാനകിയമ്മ അമർ ജവാൻ സ്മൃതി മണ്ഡപത്തിൽ ദേശീയ പതാക ഉയർത്തി. റിട്ടയർഡ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥൻ വിജയൻ പുളിയാശ്ശേരി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. കാർത്തിയായനി ടീച്ചർ മണ്ണാടത്തിൽ ജാനകിയമ്മയെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഭാരത ആർമി ഫാൻസ് രക്ഷാധികാരി സുരേഷ് കൃഷ്ണ, കോർഡിനേറ്റർ കൺവീനർ K. സുരേഷ് കുമാർ തുടങ്ങിയവരും മറ്റ് അംഗങ്ങളും നേതൃത്വം നൽകി. നിരവധി പേർ പങ്കെടുത്തു. പന്നിത്തടം INTUC ജനറൽ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ യൂണിയൻ പ്രസിഡന്റ് ഷറഫു പന്നിത്തടം പതാക ഉയർത്തി. സെക്രട്ടറി അക്ബർ അലി, വൈസ് പ്രസിഡന്റ് സലാം വലിയകത്ത്, ലീഡർ ഷൈജൻ, പൂൾ ലീഡർമാരായ AC ജോസ്, സുബിൻ, രക്ഷാധികാരികളായ MP സിജോ, പ്രകാശൻ എന്നിവർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ കുന്നംകുളം ബ്രാഞ്ചിൽ പ്രസിഡന്റ് PC ജോർജ് പതാക ഉയർത്തി. സെക്രട്ടറി PA ഭാസ്കരൻ, ജോയിന്റ് സെക്രട്ടറി PI സുബ്രഹ്മണ്യൻ, ബ്രാഞ്ചിലെ മറ്റു അംഗങ്ങളും പങ്കെടുത്തു. എയാൽ കൂട്ടുങ്ങൽ കുഞ്ഞിപ്പൂ നിര്യാതനായി. 95 വയസ്സായിരുന്നു. ഖബറടക്കം ഇന്നുച്ചയ്ക്ക് 2 മണിക്ക് എയാൽ ഖബർസ്ഥാനിൽ നടത്തും. പരേതയായ ഫാത്തിമ ഭാര്യയാണ്. കുഞ്ഞുമോൻ അബുമാഷ്, ഹംസ, സുബൈദ, പരേതയായ റംല, ഹനീഫ, റജുല എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.